എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഫ്രീലാൻസ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അത് പോസിബിൾ ആണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫ്രീലാൻസ് കരിയർ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ നാട്ടിൽ SEO പഠിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാനായിട്ട് SEO ഏജൻസികളുണ്ട്, അതോടൊപ്പം തന്നെ കമ്പനികളുമുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ ഒരു SEO പ്രൊഫഷനെ കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ അത്തരം കാര്യങ്ങളും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. SEOയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും, പഠിക്കുന്നവർക്കായാലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു SEO ഇക്കോസിസ്റ്റം കൂടിയാണ്. അതായത് അതിനകത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ തന്നെ കോഴ്സിലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അത് മാത്രമല്ല ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഒരു SEO ഇക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SEO ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഫ്രീലാൻസ് ജോലികളുണ്ട്. പക്ഷേ SEOയിൽ അത് എത്രത്തോളം ഒരാൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വർക്ക് ഫ്രം ഹോം അല്ലാതെ ഫ്രീലാൻസ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെ കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അത് പോസിബിൾ ആണ്? യഥാർത്ഥത്തിൽ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു SEO കരിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. പിന്നെ പല കമ്പനികളുടെയും കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഒരു ഫ്രീലാൻസ് മോഡൽ തന്നെയാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. റിമോട്ടായിട്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിലും ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ എനിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ശരിക്ക് SEOയിൽ ഫ്രീലാൻസിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് വീട്ടിലിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മീഡിയംസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ SEO ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് വിസിബിൾ ആക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് നമുക്ക് വർക്കുകൾ കൂടുതൽ കിട്ടും. നമ്മളൊരു വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വളരെ റിമോട്ടായിട്ട് ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലല്ലാത്ത ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ ഫ്രീലാൻസിങ്ങിൽ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് കമ്പനികൾ ഈ പറഞ്ഞ പോലെ ഉണ്ട്. നമുക്കറിയാം ഒരുപാട് കമ്പനികളുണ്ട്, അവർക്കെല്ലാം വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ നോക്കിയാൽ മതി, മിക്കവാറും വെബ്സൈറ്റ് ഇല്ലാത്ത കമ്പനികൾ ഇപ്പോൾ കുറവാണ്. കാരണം വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്രസൻസ് ആണ്. എല്ലാ കമ്പനികളുടെയും ഒരു ഓൺലൈൻ പ്രസൻസും അതോടൊപ്പം തന്നെ ഓൺലൈനിൽ അവരുടെ ഒരു ഓഫീസ്, ആ രീതിയിലുള്ളൊരു അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഒരു ബിൽഡ് ചെയ്തിട്ട് അവിടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതാരും കാണില്ല. ഇത് മിക്ക ആളുകൾക്കും അറിയാം. ഇപ്പോൾ കോവിഡിന് ശേഷം പല ആളുകൾക്കും ഇത് വെബ്സൈറ്റ് വഴി സെയിൽസ് കൂട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ആഗ്രഹം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീലാൻസിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്ലയൻറ്റിനെ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഈ സമയത്ത് ഇപ്പോൾ റെഫറൻസ് വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് പല ആളുകളുടെ കണക്ഷൻ വഴി, നെറ്റ്വർക്ക് വഴി അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് വർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ തന്നെ എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ഒരു ഇതുമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ പല കമ്പനികൾക്കും ഇൻഹൗസായിട്ടൊരു സ്റ്റാഫിനെ വെക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഏജൻസിയെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് വർക്ക് കൊടുക്കാനോ താല്പര്യമില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് വെബ്സൈറ്റ് വഴി ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ വർക്ക് എടുക്കാൻ മാത്രമുള്ള ഏജൻസികൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഏജൻസികൾ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലായാലും ഇന്ത്യയിലായാലും വെളിയിലായാലും ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഏജൻസികൾ ഇല്ല, കുറവാണ്. ഏജൻസിയുടെ എണ്ണം വളരെ കുറവാണ്, SEO ഏജൻസികളുടെ എണ്ണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്രീലാൻസേഴ്സിനെ കമ്പനികളും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക സോളോപ്രണേഴ്സ്, അത്തരത്തിലുള്ള ആളുകൾ ഇവരൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമുക്ക്
വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അമേരിക്കയിലുള്ളൊരു കമ്പനിയുടെ വെബ്സൈറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് UAE-ലുള്ളൊരു കമ്പനിയുടെ വെബ്സൈറ്റിന് വേണ്ടി SEO ചെയ്യാം, യൂറോപ്പിലുള്ള കമ്പനിയുടെ വെബ്സൈറ്റിന് വേണ്ടി SEO ചെയ്യാം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കമ്പനികളുടെ വെബ്സൈറ്റിന് വേണ്ടി SEO ചെയ്യാം. ഈ രീതിയിലേക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനികൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സീറ്റിംഗ് സ്പേസ് വേണ്ട, പിന്നെ നമുക്ക് മറ്റ് ആനുകൂല്യങ്ങൾ തരണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മന്ത്ലി കമ്മിറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പുള്ള ഒരാളെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളും അവരും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് ഈ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ സാധ്യത നല്ല രീതിയിലുള്ളൊരു മേഖലയാണ് ഈ SEO എന്ന് പറയുന്നത്. ഫ്രീലാൻസിങ് സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് ഈ SEO എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രീലാൻസ് പ്രൊജക്റ്റുകളിലാണ്. അത് ചില കേസുകളിൽ മാത്രമേ കമ്പനിയായിട്ട് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ക്ലയൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്? ആദ്യത്തെ ക്ലയൻറ്റ് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് വഴി തന്നെ കിട്ടിയതാണ്. അല്ലാതെ അന്ന് വേറെ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. 2013 ആ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ വെബ്സൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ ജസ്റ്റ് കണ്ടൻറ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. SEO എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെയാണ് ഈ പറഞ്ഞ പോലെ പിന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് പിന്നെ കുറച്ച് കാലം മുന്നോട്ട് പോയത്. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് SEO ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിരുന്നു, നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല, വേർഡ്പ്രസ് വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച സമയത്താണ് കറക്റ്റായിട്ട് ഇതിനകത്ത് കണ്ടൻറ്റിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ കണ്ടൻറ്റ് എഴുതുകയും പുതിയ പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്യാം, ആളുകളുടെ സെർച്ചസിനനുസരിച്ചിട്ട് പുതിയ പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പഠിച്ചത് ആ സമയത്താണ്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കീവേഡ് റിസർച്ചിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ കീവേഡ് റിസർച്ച് ചെയ്ത് കിട്ടുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടൻറ്റുകൾ മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. ഓഡിയൻസിൻ്റെ ജെനുവിനായിട്ടുള്ള കൺസേൺസ് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു, കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നീടാണ് ഈ ഒപ്റ്റിമൈസേഷനിലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലയൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ആദ്യത്തെ വർക്ക് വരുന്നത്. പിന്നീട് വർക്ക് കിട്ടുന്നത് വെച്ചാൽ ഇതേ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പുള്ളിയുടെ റെഫറൻസിലാണ് അടുത്ത വർക്ക് വരുന്നത്. അത് ഏകദേശം സെയിം ഫീൽഡിൽ തന്നെയുള്ളൊരു കമ്പനിയാണ് വരുന്നത്. ഏകദേശം സിമിലർ ഫീൽഡിലുള്ള ഒരു ക്ലയൻറ്റ് തന്നെയാണ് വീണ്ടും വന്നത്. അപ്പോൾ കുറച്ച് കാലം ഈ 2 ക്ലയൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ മറ്റ് ക്ലയൻറ്റുകൾ വരുന്നത്. അതും ആ സമയത്തും വരുന്നത് ഈ പറഞ്ഞ പോലെ റെഫറൻസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു വെബ്സൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരാൾ വിളിച്ച് ചോദിച്ചു ഈ വെബ്സൈറ്റിൻ്റെ SEO ആരാണ് ചെയ്യുന്നതെന്ന്. ആ കമ്പനിയുടെ ഓണറോട് വിളിച്ച് ചോദിച്ചിട്ട് അയാളുടെ റെഫറൻസിലാണ് നമുക്ക് ആ വർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ വേറെയുണ്ട്. നമ്മളിപ്പോൾ SEOയിലൊരു ഫ്രീലാൻസ് ക്ലയൻറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീലാൻസ് ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫ്രീലാൻസിങ് വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ആ ഒരു കമ്പനിയോട് കമ്മിറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ പല ആളുകൾ നമ്മൾ തമാശക്കാണെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ട്, പലരും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പോലും നോക്കാറില്ല. ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കാതെ ഈ പറഞ്ഞ പോലെ ആ വെബ്സൈറ്റ് അങ്ങനെ ഇടും. അവരുടെ കയ്യിൽ നിന്ന് കാശ് മാത്രം വാങ്ങിച്ചിട്ട് പല ആളുകൾക്കും അറിയില്ലല്ലോ പിന്നെ ഈ SEOയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മൾ വളരെ എന്താ പറയുക എത്തിക്കലി തന്നെ മുന്നോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഇതിനകത്തൊരു എന്താ പറയുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട് വേണം. നമ്മൾ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ കാണുന്ന പോലുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം, നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൈം വേണം, നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ടൈമിംഗ് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ജോലി ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതിൽ തന്നെ നമ്മൾ വീക്കിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ മന്ത്ലി എന്ത് കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ റിപ്പോർട്ടിങ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് എടുക്കുന്നു,
ആ വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്കോപ്പ്, ആ വർക്കിൻ്റെ ഒരു സ്കോപ്പ് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഫസ്റ്റ് മന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് മന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേർഡ് മന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള മന്ത് വൈസ് ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ അവർക്ക് കൊടുക്കണം. ആക്ഷൻ പ്ലാൻ കൊടുക്കണം, അതോടൊപ്പം തന്നെ ഒരു സ്ട്രാറ്റജിയും കൊടുക്കണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫസ്റ്റ് മന്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, അതവർക്ക് വീക്കിലി വേണമെന്നുണ്ടെങ്കിലും അസസ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ക്ലയൻറ്റിന് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. നമുക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളും തന്നെയാണ്, എന്നാൽ പോലും ക്ലയൻറ്റിന് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു റോഡ് മാപ്പ് ഉണ്ടാക്കി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ SEO ആക്ടിവിറ്റി പോകുകയെന്നുള്ളതിനെ പറ്റി അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ പിന്നെ അത് മോണിറ്റർ ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി നമ്മളൊരു ഷെഡ്യൂളിംഗ് ആണ്. നമുക്കിപ്പോൾ ഒറ്റ ക്ലയൻറ്റ് മാത്രമല്ല ഉണ്ടാവുക, നമുക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണം, അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമുക്കൊരു കണ്ടൻറ്റ് എഴുതാനുണ്ട്, പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെയാണ് കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നേരത്തെ നമുക്ക് കണ്ടൻറ്റൊക്കെ പിന്നെ എന്താ ചെയ്യുക, നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പല CMSകളിലും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ എന്താ പറയുക, അനലിറ്റിക്സ് ഒക്കെ നമുക്ക് മോണിറ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. റാങ്കിങ് ഒക്കെ ട്രാക്ക് ചെയ്യണം. ബിസിനസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവരുമായിട്ട് കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ SEO റിസൾട്ട് എങ്ങനെയാണ് റിയൽ വേൾഡിൽ പോകുന്നത്, ഇൻ്റർനെറ്റിൽ മാത്രമല്ല റിയൽ വേൾഡിൽ ഈ SEO പിന്നെ നമ്മുടെ SEO വർക്കിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, അതായത് ലീഡ്സ് വരുന്നു, അത് കൺവേർട്ട് ആവുന്നുണ്ടോ, അവർക്ക് അതുകൊണ്ട് ബിസിനസ് കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ പിന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം. ചില നമുക്ക് ഈ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റേ കേസുകളിൽ നമുക്കൊരു ലീഡ് വരുന്നത് മാത്രമേ അറിയാൻ പറ്റൂ. ലീഡ് വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ക്ലയൻറ്റ് സൈഡിലായതുകൊണ്ട് നമുക്കത് പലപ്പോഴും അറിയാൻ പറ്റിയെന്ന് വരില്ല. ചില കേസുകൾ നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ക്ലയൻറ്റുമായിട്ട് അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പിന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ഒരു എത്തിക്കൽ പ്രൊഫഷണൽ, SEO പ്രൊഫഷണൽ എന്നുള്ള രീതിയിലേക്ക് ഒരു എത്തിക്കൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ മാറാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ കമ്പനികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യം നമ്മളുടെ ടീം ലീഡോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുകളിലോ ഉള്ള ആളുകളടുത്ത് നമുക്ക് പറയാം. ഇവിടെ നമ്മളും ക്ലയൻറ്റും മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് പേഴ്സൺ ഉണ്ടാവും, അയാളും മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി നമ്മൾ പറയാൻ ശ്രമിക്കണം. എന്തെങ്കിലും തരത്തിൽ അഡീഷണൽ പേയ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളത് പറയാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി അവരുടെ അടുത്ത് പറയണം. എന്നാൽ മാത്രമേ അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പേയ്മെൻറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ പേയ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കൃത്യസമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും പല ഫ്രീലാൻസേഴ്സിനും പൈസ കിട്ടാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ചെയ്ത ജോലിക്ക് സാലറി കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ക്ലയൻറ്റിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ക്ലയൻറ്റ് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാനുള്ള ആ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതെ ഇരിക്കാനും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, പ്രത്യേകിച്ച് ഈ ഫീൽഡിലേക്ക് വരുന്നവരുടെയൊക്കെ, ഈ ഫ്രീലാൻസ് ക്ലയൻറ്റുകൾ എങ്ങനെയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് അത് നിങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും, അവർക്ക് കുറച്ച് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ ഫ്രീലാൻസ് ക്ലയൻറ്റുകളെ കണ്ടെത്താൻ പറ്റും, കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇത്തരം സാധ്യതകൾ അതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ കൊള്ളാം. പുതിയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റിനെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ പഠിക്കുന്ന ഒരാൾക്ക് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ SEO ഇന്നിപ്പോൾ ഒരു ഡൊമൈൻ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്തു. ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും എഫക്റ്റീവായിട്ട്, അതായത് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്തത്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ലിങ്ക്ഡിനിലോ എനിക്കൊരു പോസ്റ്റായിട്ട് ഇടാം. ഈ പിന്നെ ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു കമ്പനിക്ക് വേണ്ടി ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു, അതിനകത്ത് എന്തെങ്കിലും SEO പരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. വളരെ ചെറിയ ഇൻഫർമേഷൻ ആയാൽ പോലും നമ്മുടെ ജേണി
ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് നമുക്ക് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാം നമ്മുടെ ജേണി, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം, നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബ്ലോഗായിട്ട് തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റീസിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, ആ കാര്യം നമ്മൾ അപ്ലൈ ചെയ്തു, അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടി, ആ റിസൾട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മളുടെ ജേണി, ഇപ്പോൾ ഇന്ന കാര്യം പഠിച്ചു, ആ പഠിച്ച കാര്യം പറയാം, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം പറയാം. അപ്പോൾ ഓരോ സ്റ്റേജസും നമുക്ക് ഫീച്ചർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ റാങ്ക് ചെയ്ത് കൊണ്ടുവരാം. റാങ്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ അതുവഴി നമുക്ക് ലീഡ്സ് കളക്ട് ചെയ്യാം. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ്. ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഉപയോഗിക്കാം. കൂടുതലും ഇപ്പോൾ എൻ്റെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും വർക്ക് വരുന്നത് ലിങ്ക്ഡിൻ ആയതുകൊണ്ട് ലിങ്ക്ഡിനിൽ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുക. പലപ്പോഴും ലിങ്ക്ഡിനിൽ നമ്മൾ സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ SEO പോലുള്ള ജോലികൾക്ക് കൂടുതൽ ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരും. അത് നമ്മൾ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമുക്കുണ്ടായിരിക്കുന്ന റിയൽ റിസൾട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂ. പിന്നെ നമ്മൾ നല്ലൊരു കണക്ഷനും നെറ്റ്വർക്കും ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ഈവൻ ഓൺലൈനായിട്ടായാൽ പോലും നല്ലതാണ്. നമ്മൾ കമ്മ്യൂണിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മളുടെ ആശയങ്ങൾ തുറന്നു പറയാം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്. ഇപ്പോൾ മറ്റ് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളെക്കാൾ വിവരമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടാവാം, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനുള്ള ആളുകൾ ഉണ്ടാവാം, എക്സ്പേർട്സ് ഉണ്ടാവാം. പക്ഷേ ഈ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ഡിഫറൻ്റ് ഒരു ഒപ്പീനിയൻ ഉണ്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനോട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ ആ വേദികളിൽ നമ്മളൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ ആളുകൾ നോട്ട് ചെയ്യും, തീർച്ചയായിട്ടും നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്യപ്പെടുന്നതിലൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് വർക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അത് എൻ്റെ ഒരു അനുഭവത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിറാക്കിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കമ്മ്യൂണിറ്റീസിൽ ആക്ച്വലി നമ്മൾ ഒരുപാട് ഇൻസൈറ്റ്സുകളൊക്കെ ഷെയർ ചെയ്യുക, ഡിസ്കഷനിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക. അത് എല്ലാവർക്കും ഇപ്പോൾ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്കൊരു ട്രസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ക്ലയൻസിനെ റെഫറൻസിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നും മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ 1-2 ആളുകളായിട്ടായിരിക്കും ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ഇൻട്രാക്ഷൻ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിൽ വേറെയും ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്കൊരു സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലി സാധ്യതകൾ വരുന്ന സമയത്ത് നമ്മളെ റെഫർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആക്സസ് ചെയ്യാനുള്ള ഒരു വഴി നമ്മളെപ്പോഴും തുറന്നിട്ട് കൊടുക്കണം. ഒന്നുകിൽ ഇമെയിൽ വഴിയാവാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊരു ബുക്കിംഗ് ബട്ടൺ വഴിയാവാം, അല്ലെങ്കിൽ നമ്മളെ ഒരു കോള് ബുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ചാനൽ നമ്മൾ തുറന്നിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളിലേക്ക് എത്താനും പറ്റൂ. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിൽ പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അത് ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ദുഃഖകരമായൊരു വസ്തുത എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഫ്രീലാൻസറായിട്ട് അല്ലെങ്കിൽ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ മിക്കവാറും ഈ പറഞ്ഞ പോലെ വീട്ടിനകത്തിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോവർക്കിംഗ് സ്പേസിലോ ഒക്കെ ഇരുന്നിട്ട് ജോലി ചെയ്യാം ഫ്രീലാൻസേഴ്സിന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണ് ഇതിനകത്ത്? ഫ്രീലാൻസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അറിയാലോ, ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്തോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ SEO വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സ്റ്റക്കായി നിൽക്കുക, ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അത് എൻ്റെ ഒരു ജേണിയിൽ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് പല ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് തന്നെ ഇതിന് സൊല്യൂഷൻ ആലോചിച്ച് ഒരു സൊല്യൂഷനും കിട്ടാതിരുന്നിട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ക്രൈസിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ചില ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. നമുക്ക് ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രൈസിസ് വരികയും അത് അന്വേഷിച്ച് പോയി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിനൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ ഇങ്ങനൊരു ക്രൈസിസ് വരും, അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. പിന്നെ അറിയാലോ, SEO എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഡെവലപ്പറുടെ ഒരു ഹെൽപ്പ് വേണം, അതോടൊപ്പം തന്നെ കണ്ടൻറ് റൈറ്ററുടെ ഒരു ഹെൽപ്പ് വേണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണം. പിന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഈ ഓഫ് പേജ് SEO എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നില്ല എങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഫ്രീലാൻസേഴ്സിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് കറക്റ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഫ്രീലാൻസേഴ്സ് അല്ലേ, ഫ്രീലാൻസായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ കുറച്ച് പൈസ ഞാൻ കൊടുക്കുന്നു, അത് എനിക്ക് തോന്നുന്ന സമയത്ത് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ക്ലയൻറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്ലയൻറ്റുകൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ക്ലയൻറ്റുകളെ ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രീവിയസ് ആയിട്ട് ഇവരുടെ വർക്ക് ആരാ എടുത്തത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളെ ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്തു, അപ്പോൾ ഈ ക്ലയൻറ്റ് വേണ്ടി നേരത്തെ വർക്ക് ചെയ്ത് ആരൊക്കെയാണ് നമ്മൾ ഏകദേശം നോക്കാം. ഈ ക്ലയൻറ്റ് എപ്പോഴൊക്കെയാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നേരത്തെ മാറ്റാനുണ്ടായ കാരണം എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഈ അടുത്തൊരു ക്ലയൻറ്റിൻ്റെ കേസ് ഞാൻ പറയാം. ടൂറിസം ഇൻഡസ്ട്രിയിലുള്ളൊരു ക്ലയൻറ്റ് നമ്മുടെ കുറേ എന്താ പറയുക സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയൊക്കെ സമീപിച്ചു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്ലയൻറ്റ്സ് വരുന്ന സമയത്ത് എന്നോട് ചോദിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇയാളൊരു കഴിഞ്ഞ 2 വർഷത്തിനുള്ളൊരു 20ഓളം പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ആദ്യത്തെ 1 മാസം ഒരാൾക്ക് കൊടുക്കും, എന്നിട്ട് റിസൾട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആളെ മാറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയാലോ, SEO ഈ പറയുന്ന പോലെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസം, 1 വർഷം, ചിലപ്പോൾ 2 വർഷം വരെയൊക്കെ എടുക്കും ചില ഇൻഡസ്ട്രിയിൽ. അപ്പോൾ 1 മാസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പലപ്പോഴും. അപ്പോൾ ഈ രീതിയിൽ SEOയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളല്ല എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ SEO പറ്റി അയാൾക്കൊരു നല്ല അവയർനെസ് ഇല്ല, അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ അയക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ക്ലയൻറ്റുകളെ നമ്മൾ ഒഴിവാക്കാൻ വേണം. അതില്ലെങ്കിൽ അത് വലിയ തലവേദനയായിട്ട് മാറും. അത് ശരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു വലിയ ബുദ്ധിമുട്ടാണ്, നമ്മളെ ഒരാൾ SEO വർക്കിന് വേണ്ടി ഹയർ ചെയ്തു. അപ്പോൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കാൻ ഹയർ ചെയ്ത് ചില ആളുകൾക്കൊരു തോന്നലുണ്ടാവുക, ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് കേട്ടോ. ചില ആളുകളുടെ ഒരു തോന്നലെന്ന് വെച്ചാൽ ഈ പുള്ളിയെ ഞാൻ ഹയർ ചെയ്തുകൊണ്ട് രാവിലെ പുള്ളി എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ ഈ ക്ലയൻറ്റ് എഴുന്നേക്കുന്നത് മുതൽ അയാൾ കിടക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തോളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഏത് സമയത്ത് വിളിച്ചാലും ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും പുള്ളി അവൈലബിൾ ആയിരിക്കണം, പുള്ളി എല്ലാ സമയവും നമ്മുടെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് വലിയ തലവേദന പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എറേഴ്സും അതോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചില ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. നല്ലൊരു വൈഫൈ ഉണ്ടാവണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല വൈഫൈ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ വിദേശത്തു നിന്നൊക്കെയാണ് വർക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ 24 അവർ സപ്ലൈ കിട്ടുന്ന രീതിയിലേക്ക്, ഇപ്പോൾ നമുക്ക് ഇൻവെർട്ടർ വെക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്കിപ്പോൾ 8 മണിക്കൂറൊക്കെ അഡീഷണലായിട്ട് ഈ പറഞ്ഞ പോലെ വൈഫൈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള അഡാപ്റ്ററൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ എന്താ ഇത്രയും മൈന്യൂട്ടായിട്ട് പറയുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ഈ ഫ്രീലാൻസ് വർക്ക് മാത്രം ചെയ്തു പോകുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഈ പിന്നെന്താ പറയുക ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈഫൈയുടെ ഈ പവർ അഡാപ്റ്റർ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ, അതായത് നമുക്ക് ഈ പവർ ഫെയിലിയർ ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആൾ വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരോ മറ്റ് സിറ്റിയിലൊക്കെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടെന്നായിരിക്കാം. നമ്മളെ വിളിക്കുമ്പോൾ ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വൈഫൈ ഇല്ല, ലാപ്ടോപ്പിൽ പവർ തീർന്നു പോയി, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അധിക ദൂരം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് മുന്നിൽ കണ്ടിട്ട് ഇത്തരം മൈന്യൂട്ടായുള്ള പ്രശ്നങ്ങളെ പോലും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസേഴ്സിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ജനറേറ്ററും പവർ സപ്ലൈയും എല്ലാ തരത്തിലും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും വീടുകളിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മളും ചെയ്യേണ്ടത് ഒരേ കാര്യമാണ്. ഇപ്പോൾ കമ്പനിയിൽ ഇരുന്നായാലും നമ്മൾ വീട്ടിലിരുന്നാലും ചെയ്യുന്ന ഒരേ കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത്. നമുക്ക് ഇതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് പിന്നെ പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫ്രീലാൻസ് കരിയർ പിന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഓക്കെ, ഈ നമ്മൾ ബുദ്ധിമുട്ടുകളെ പറഞ്ഞ് അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഡെവലപ്പർ വേണം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടൻറ് റൈറ്റർ വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പലപ്പോഴും ഈ SEO പ്രൊഫഷണൽസൊക്കെ ഉണ്ട്, വിദേശത്തൊക്കെയുള്ള SEO പ്രൊഫഷണൽസ്, ഇവിടെ കേസ് സ്റ്റഡീസൊക്കെ പഠിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ന്യൂസ് ലെറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു നോളജ് ലെവലും ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഫ്രീ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവിടെ നടത്തുന്ന വർക്ക്ഷോപ്പുകളുണ്ട്, അപ്ഡേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്കിംഗ് തന്നെ, നമുക്കിപ്പോൾ വാട്സാപ്പ് വന്നത് വലിയൊരു റവല്യൂഷണറി അപ്രോച്ചാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്ക് വാട്സാപ്പിൽ 2-3 ആളുകൾക്ക് ഒരുമിച്ച് ചേർന്നിട്ട് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നമ്മുടെ ആ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ് വർക്ക് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കണമെന്നില്ല, നമുക്കൊരു കണ്ടൻറ് റൈറ്ററെ നമ്മുടെ കൂടെ നിർത്താം, വർക്ക് വരുമ്പോൾ മാത്രം അവർക്ക് പേ ചെയ്യാം. ഡെവലപ്പറെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർലി നമുക്ക് പിന്നെ ഹയർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പരിചയത്തിലില്ലെങ്കിൽ നമുക്ക് ഫൈവർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് അവർലി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോപ്പിഫൈയുടെയൊക്കെ SEO ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈക്ക് തന്നെ പ്ലാറ്റ്ഫോം ഉണ്ട് ഈ പിന്നെ ഇതുപോലുള്ള ആളുകളെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സേവനം ഉപയോഗിക്കാം. അപ്പോൾ അവരെന്താണോ ചെയ്യുന്നത് അതിന് മാത്രമുള്ള പേയ്മെൻറ്റ് കൊടുത്തിരുന്നാൽ മതി. പിന്നെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഈ എന്താ പറയുക, പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് എത്തണം. ആദ്യം തന്നെ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയാണ് പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് പേ ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അപ്രോച്ച് എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നമുക്ക് ആ കാര്യത്തിലൊരു സ്മൂത്ത്നെസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അതിൽ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ഫെയിലിയർ അല്ലാതെ ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കപ്പ് എന്തായാലും കണ്ടുപിടിക്കണം. എന്തായാലും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ ഓഫീസൊന്നും സെറ്റപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട ലാപ്ടോപ്പ്, വൈഫൈ, നല്ല രീതിയിലുള്ളൊരു വൈഫൈ, അതോടൊപ്പം തന്നെ ഒരു പവർ ബാക്കപ്പ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. പിന്നെ നേരത്തെ പറഞ്ഞ ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ക്ലയൻറ്റ് വിചാരിക്കുന്നു നമ്മൾ പുള്ളി 2 മണിക്ക് വിളിച്ചാലും രാത്രി പുലർച്ചെ വിളിച്ചു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വർക്ക് എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടത്. എപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം, എങ്ങനെയായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, ഏതൊക്കെ സമയത്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും, ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർ ആ സമയത്ത് മാത്രമേ നമ്മൾ വിളിക്കാൻ ശ്രമിക്കൂ. അതല്ല, അവരപ്പോഴും ചിന്തിക്കുകയാണ് ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അവരെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ ഒഴിവാക്കി പോകും. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ബുദ്ധിപരമായിട്ടും ബാക്കി പ്രാക്ടിക്കലായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്.